നാട്ടിലിറങ്ങി ഭീതി പടർത്തിയ കാട്ടുപന്നികളെ തിരുവല്ല നഗരസഭയുടെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊന്നു. മുത്തൂർ ക്രൈസ്റ്റ് സ്കൂളിന് സമീപത്തെ ചുറ്റുമതിലുള്ള ആളൊഴിഞ്ഞ പുരയിടത്തിലേക്ക് സമീപവാസികൾ ഓടിച്ചു കയറ്റിയ 5 കാട്ടുപന്നികളെയാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ വെടിവെച്ചു കൊന്ന് മറവ് ചെയ്തതായി നഗരസഭാ ചെയർപേഴ്സൺ അനു ജോർജ് പറഞ്ഞു. അവിടെ വേസ്റ്റ് ഒന്നുമില്ല, നമുക്ക് കൃഷിയിടം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ള ഏരിയ അല്ല അവിടെ. പക്ഷേ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും ഉള്ള ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാക്കി പന്നി വരുമ്പോൾ വന്ന് അങ്ങനെ. അപ്പം അന്നേരം ഇത് കവിയൂർ പഞ്ചായത്തിലെ പ്രസിഡൻറ്റിനെ വിളിച്ചു. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഈ ഇതിനെ വെടിവെക്കുന്ന ആൾക്കാരുടെ നമ്പർ തന്നതനുസരിച്ച് ഞാനും വൈസ് ചെയർമാനും എല്ലാം ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിച്ചു. നഗരസഭയിലെ 39-ാം വാർഡിൽ ഉൾപ്പെടുന്ന മുത്തൂരിലും പരിസര പ്രദേശങ്ങളുമായി കഴിഞ്ഞ 2 ദിവസമായി ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടുപന്നിക്കൂട്ടം ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തിയ കാട്ടുപന്നികളെ കൊല്ലുകയായിരുന്നുവെന്ന് വാർഡ് കൗൺസിലർ ഇന്ദുചന്ദ്രൻ പറഞ്ഞു. കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും അതോടൊപ്പം കുട്ടികൾക്ക് ഭീതി പരത്തുകയും ചെയ്ത കാട്ടുപന്നിയെ ചൊവ്വാഴ്ച വൈകിട്ട് 5 എണ്ണത്തിനെ കൊല്ലുകയും ചെയ്തു. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി നാടിന്. അത് എല്ലാവരുടെയും സഹായത്തോടുകൂടി ഇവിടെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കാട്ടുപന്നിയെ കൊല്ലുകയും അതിനെ മറവ് ചെയ്യുകയും ചെയ്തു. ക്രൈസ്റ്റ് സ്കൂളിന് സമീപത്തെ പുരയിടത്തിൽ കാണപ്പെട്ട കാട്ടുപന്നിക്കൂട്ടത്തെ സമീപവാസികൾ ചേർന്ന് ചുറ്റുമതിലുള്ള പുരയിടത്തിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു. തുടർന്ന് വനം വകുപ്പിൻ്റെ അനുമതിയുള്ള ഷൂട്ടർമാരായ ജോസ് പ്രകാശ് മല്ലപ്പള്ളി, സിനിത് കരുണാകരൻ പാല, ജോസ് മാത്യു പാല എന്നിവരെ എത്തിച്ച് ഇവയെ വെടിവെച്ചെന്ന് നഗരസഭ വൈസ് ചെയർമാൻ ജിജി വട്ടശ്ശേരിൽ പറഞ്ഞു. 2 ദിവസമായിട്ട് നമ്മുടെ തിരുവല്ല നഗരസഭയിലെ കൗൺസിലർ 39-ാം വാർഡ് കൗൺസിലർ ഇന്ദുചന്ദ്രനെ എന്നെ വിളിച്ചു. ഇതേപോലെ അവരുടെ വാർഡിലെ 5-6 പന്നി ഇറങ്ങി ഭയങ്കര ശല്യമാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ചെയർപേഴ്സണെ വിളിച്ചു. ചെയർപേഴ്സണ് പലരെയും വിളിച്ചു. ഞാൻ പിന്നെ നമ്മുടെ റാന്നി DFOയെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ മുനിസിപ്പാലിറ്റി തന്നെ ലൈസൻസിയുള്ള തോക്കുകാരെ കൊണ്ട്, ഗവൺമെൻറ് ലൈസൻസുള്ള കൊണ്ട് വന്നിരുന്നവരെ കൊണ്ട് കൊന്നോളാൻ പറഞ്ഞു. അതനുസരിച്ച് ഇന്നലെ വൈകിട്ട് അവർ പാലായിൽ നിന്ന് 2 പേരും മല്ലപ്പള്ളിയിൽ നിന്ന് ഒരാൾ കൂടി വന്ന് വെടിവെക്കുകയും ഞങ്ങളെല്ലാം കൂട്ടത്തിലുണ്ടായിരുന്നു. വെടിവെച്ച് ഇങ്ങനെ കൊന്ന് അന്നേരം തന്നെ JCB കൊണ്ട് വന്നിട്ട് അത് എല്ലാത്തിനെയും മറവ് ചെയ്യുകയും ചെയ്തു. ആദ്യമായിട്ടാണ് കാട്ടുപന്നികളെ നഗരസഭാ പ്രദേശത്ത് കണ്ടതെന്നും നഗരസഭ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിനാൽ പന്നികളെ തുരത്താൻ കഴിഞ്ഞതെന്നും നഗരസഭ BJP പാർലമെന്റ് പാർട്ടി ലീഡർ ശ്രീനിവാസ് പുറയാറ്റ് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു പെരിങ്ങര പഞ്ചായത്തിൽ ഇതേപോലെ തന്നെ ഒരു 15ഓളം പന്നികളെ കണ്ടു. പക്ഷെ അതിൽ നിന്നുള്ള കൂട്ടമാണോ ഇവിടെ എത്തിയെന്ന് നമുക്കറിയില്ല. അതുപോലെ ഒരു 3-4 മാസം മുമ്പ് എൻ്റെ വീടിനോട് സമീപത്ത് ഒരു 3 പന്നിയെ നമുക്ക് രാത്രി കാണുവാനായിട്ട് സാധിച്ചു. പക്ഷെ അത് കൃത്യമായിട്ട് പിന്നെ 2 ദിവസം കണ്ടതേ ഉള്ളൂ. പിന്നെ അതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതാണ് നമ്മൾ ഈ പന്നിയാണിപ്പോൾ കണ്ടിരിക്കുന്നത്. പിന്നെ പെരുമ്പാമ്പിൻ്റെ ശല്യങ്ങൾ, മൂർഖൻ്റെ ഒക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു 2018 പ്രളയത്തിന് ശേഷമാണ് നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ നഗരസഭ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ നഗരസഭയുടെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് HSുമായി ബന്ധപ്പെട്ട് അവർ റാന്നിയിൽ ഫോറസ്റ്റ് DFOയെ വിളിക്കുകയും അങ്ങനെ ലൈസൻസി ആയിട്ടുള്ള തോക്കുള്ള 3 പേര്, 2 പേര് പാലായിൽ നിന്നും ഒരാൾ മല്ലപ്പള്ളിയിൽ നിന്നും വന്ന് വളരെ ബുദ്ധിമുട്ടി ഒരു 3 മണിക്കൂറോളം പ്രയത്നിച്ചതിന് ശേഷമാണ് ഈ പന്നികളെ വെടിവെക്കുവാനും 6 എണ്ണത്തിനെ നമുക്ക് കൊല്ലുവാനും സാധിച്ചു. നഗരസഭാ കൗൺസിലർമാരായ ഷിനു ഈപ്പൻ, വിജയൻ തലവന, ഹെൽത്ത് ഇൻസ്പെക്ടർ VP ബിജു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊന്ന പന്നികളെ സംസ്കരിച്ചു. 9 ന്യൂസ് മലയാളം, തിരുവല്ല.